ഹലോ ഗേസ് സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ഫസ്റ്റത്തെ ഇൻഫോനെ ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് BGMA ഇവന്റ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ഓപ്പൺ ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ടീം വിൻഗോഡിന്റെ ഒരു ഡോമിനേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. 4 മാച്ചുകളിൽ 2 ചിക്കണിനടക്കം 63 പോയിന്റുമായിട്ട് ആ ഒരു ടോപ്പ് പൊസിഷനിൽ ടീം വിൻഗോഡ് നിൽക്കുന്നുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ ടീം ജയിലിൽ നിൽക്കുന്നുണ്ട്, 1 ചിക്കണിനടക്കം 52 പോയിന്റുകൾ. തേർഡ് ബണ്ണി സ്പോർട്സ് നിൽക്കുന്നുണ്ട് 43 പോയിന്റ്. നമ്മളെ മലയാളി പ്ലെയർ ആയുള്ള ഈവിള് കളിക്കുന്ന ജെൻ XFM 8ാം സ്ഥാനത്താണ് നിൽക്കുന്നത് 27 പോയിന്റുമായിട്ട്. പിന്നെ നമ്മളെ മല്ലോർഗയുള്ള മിത്ത് ഒഫീഷ്യൽസ് 15ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് 16 പോയിന്റുകളായിട്ട്. 3 ദിവസമാണ് ഈ ഒരു ഓപ്പൺ ഫൈനൽസ് ഉള്ളത്. അതിൽ നിന്നും 16 ടീമുകളാണ് മെയിൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇനി കട്ട് ഓഫ് 40-45 റേഞ്ചിലേക്കാണ് വരാൻ ചാൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് 2 ടീംസുകൾ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ജെൻ XFM മിത്ത് ഒഫീഷ്യൽസും ഒരു അടിപൊളി പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് മെയിൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആവട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് നോർവിൻ ഗെയിമിങ്ങിന്റെയും ESL ഇന്ത്യയുടെയും യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് NRIയും LHSും കണ്ടക്ട് ചെയ്ത കേരള കമ്മ്യൂണിറ്റി കപ്പ് 2024 30,000 രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. വേറെ ലെവൽ കോമ്പറ്റീഷൻ ആണ് ഗൈസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ലാസ്റ്റ് മാച്ചിലെ ലാസ്റ്റ് നിമിഷം വരെ വ്യൂവേഴ്സിനെ ഹരം കൊള്ളിക്കുന്ന രീതിയിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. ഏകദേശം 2Kയുടെ അടുത്ത് വാച്ചിങ്ങും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൻ വിജയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ഇവന്റ് വേറെ ലെവലിൽ തന്നെ നമ്മളെ കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്. NRI സ്പോർട്സിനും LHSനും ഒരു ബിഗ് താങ്ക്സ് ഇങ്ങനത്തെ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തതിനും. കുറച്ച് അവിടെ ഇവിടെയും ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ അടിപൊളിയായിട്ട് തന്നെ അവർ ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്ത് നമ്മുടെ കേരളത്തിൽ സ്പോർട്സിന് പുതിയൊരു റീസ്റ്റാർട്ട് അവർ ബിൽഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ അവർ ഇത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഫൈനൽസിന്റെ ഡേ 2 4 മാച്ചുകളായിരുന്നു ഉണ്ടായത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ടീം കലിപ്സോടെ വക നമുക്ക് 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ടീം ടഫൻ ഗെയിമിങ് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 5 ഫിനിഷസോട് കൂടിയിട്ട്. സിഗ്നേച്ചർ തേർഡ് പൊസിഷനിലേക്ക് എത്തി 2 ഫിനിഷസോട് കൂടിയിട്ട്. നമ്മളെ ടീമായുള്ള ജൂനിയർ ഗെയിമിങ് 14ാം സ്ഥാനത്താണ് വിൻ ചെയ്തത് 5 ഫിനിഷസുമായിട്ട്. ഫ്ലാഷും നോമിയും 2 ഫിനിഷസുകൾ വീതവും സ്വന്തമാക്കിയാൽ മാച്ച് 2 മിറാമറിൽ നോണെക്സിന്റെ വക നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസ് കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയിട്ട് അവർ ആ ഒരു ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ജൂനിയർ ഗെയിമിംഗ് 10ാം സ്ഥാനത്താണ് വിൻ ചെയ്ത് ഒരു ഫിനിഷ് പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. ആൻഡ് മാച്ച് 3 വൊമെക്സിന്റെ ഒരു അടിപൊളി കംബാക്ക് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഫസ്റ്റ് 2 മാച്ചിൽ അത്ര നല്ലൊരു പെർഫോമൻസ് അല്ലായിരുന്നു, പക്ഷേ മൂന്നാമത്തെ മാച്ചിൽ അടിപൊളി ചിക്കൻ ഡിന്നറാണ് വൊമെക്സ് സ്വന്തമാക്കിയത്. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ ടീം വൊമെക്സ് സ്വന്തമാക്കി. നമ്മളെ ഷാഡോ 7 ഫിനിഷസ് ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയാണ്. സെക്കൻഡ് എത്തിയത് ഷോ ഗെയിമിംഗ് ആണ്. നമ്മളെ സായിപ്പൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു, അവർ 5 ഫിനിഷസ് സ്വന്തമാക്കി. മാക്ക് 3 ഫിനിഷസ് ടീമിന് വേണ്ടി സ്വന്തമാക്കി. നമ്മളെ ജൂനിയർ ഗെയിമിംഗ് 10ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് 2 ഫിനിഷസുമായിട്ട്. ചിമ്പിന്റെ വകയായിരുന്നു ആ ഒരു 2 ഫിനിഷും ഉണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് മാച്ച് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിരുന്നു. ആരാ ഒരു കപ്പ് കൊണ്ടുപോകുന്നുള്ള ലെവലിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. നെബുല കൊണ്ടുപോകുമോ, സിഗ്നേച്ചർ കൊണ്ടുപോകുമോ, വൊമെക്സ് കൊണ്ടുപോകുമോ എന്നുള്ളതിൽ ടൈറ്റ് കോമ്പറ്റീഷൻ, വലിയ രീതിയിലുള്ള പോയിന്റ് ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത്രത്തോളം അടിപൊളി ടൈറ്റ് കോമ്പറ്റീഷനാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചത്. അവിടെ നമ്മളുടെ ജൂനിയർ ഗെയിമിങ്ങിന്റെ ടീം 19ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് ഒരു ഫിനിഷ് പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. ചിമ്പിന്റെ വകയായിരുന്നു ആ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നത്. നെബുല 7ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ഒരു ഫിനിഷ് പോയിന്റ് പോലും ടീമിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. അത് അവർക്കൊരു വമ്പൻ തിരിച്ചടി. ആൻഡ് ഫൈനൽ ഫൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. NRI ഇവന്റ്സ്, സിഗ്നേച്ചർ, വൊമെക്സ് സ്പോർട്സ്, ഈ ഒരു ടീമുകളായിരുന്നു ആ ഒരു ഫൈനൽ ഫൈറ്റ് ഉണ്ടായിരുന്നത്. സിഗ്നേച്ചറോ വൊമെക്സോ ആ ഒരു കപ്പ് നേടുന്നുള്ള രീതിയിലായിരുന്നു അവിടെ ഒരു മാച്ചുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് നമ്മുടെ NRI 2 ടീമിനെയും ഫിനിഷ് ചെയ്ത് വിട്ടു. ആദ്യം വൊമെക്സ് സ്പോർട്സിനെ ഫിനിഷ് ചെയ്തു, പിന്നീട് ഫൈനൽ ഫൈറ്റിൽ സിഗ്നേച്ചറിനെയും ഫിനിഷ് ചെയ്തു. അപ്പോഴും ആര് കപ്പ് കൊണ്ടുപോകും അല്ലെങ്കിൽ ആരാ ഒരു ചാമ്പ്യന്മാരാവും എന്നുള്ളത് അൺസേർട്ടേൺ ആയിരുന്നു. കാരണം അത്രയും ലെവലിലുള്ള കോമ്പറ്റീഷനും പോയിന്റ് ഡിഫറൻസ് വളരെ വളരെ ചെറുതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആവേശത്തിലായിരുന്നു ഓരോ വ്യൂവേഴ്സും ഉണ്ടായിരുന്നത്. ആൻഡ് ഫൈനൽ പോയിന്റ്സ് ടേബിൾ വന്നപ്പോൾ KCC കമ്മ്യൂണിറ്റി കപ്പിന്റെ ചാമ്പ്യന്മാർ, കേരളത്തിലെ കറന്റ് ദ ബെസ്റ്റ് ടീമായി മാറിയത് വൊമെക്സ് ഒഫീഷ്യലാണ് കേസ്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവരുടെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒരു ചിക്കൻ ഡിന്നറടക്കം 70 പോയിന്റുമായിട്ടാണ് വൊമെക്സ് ഒഫീഷ്യൽസ് ഈ ഒരു കേരള കമ്മ്യൂണിറ്റി കപ്പ് 2024
ചാമ്പ്യന്മാരായിട്ടുള്ള അത്രയും അടിപൊളിയായിട്ട് അവർ കളിച്ചു. തൊട്ട് പിന്നാലെ തന്നെ നെബുലയും നിൽക്കുന്നുണ്ട് സെയിം പോയിന്റ് 70 പോയിന്റ്. അവർക്ക് ലാസ്റ്റ് മാച്ചിൽ ഒരു ഫിനിഷ് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ആ ഒരു ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാനായിട്ട് സാധിച്ചായിരുന്നു. പക്ഷേ വൊമെക്സിന്റെ ആ ഒരു ലാസ്റ്റ് മാച്ചിലെ ആ ഒരു സർവൈവിങ് ആ ഒരു പെർഫോമൻസ് അവർക്ക് നല്ലൊരു ഗുണം നൽകിയ ആ ഒരു ചിക്കൻ ഡിന്നർ സെക്കൻഡ് മാച്ചിൽ സ്വന്തമാക്കിയ ഒരു ചിക്കൻ ഡിന്നറിന്റെ ആ ഒരു അഡ്വാൻറ്റേജ്, കാരണം സെയിം പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ ആർക്കാണോ ചിക്കൻ ഡിന്നർ കൂടുതൽ അവർക്കായിരിക്കും ആ ഒരു ടോപ്പിലേക്കുള്ള പൊസിഷൻ കൊടുക്കുക. ഇനി ചിക്കൻ ഡിന്നർ സെയിം ആണെങ്കിൽ പിന്നെ പ്ലേസ്മെന്റ് പോയിന്റ് ആണ് നോക്കുക. അപ്പോൾ ചിക്കൻ ഡിന്നർ വൊമിക്സിനാണ് ടോപ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ടോപ്പ് പൊസിഷനിലേക്ക് എത്തി. ആൻഡ് തേർഡ് എത്തിയത് സിഗ്നേച്ചർ ഇ സ്പോർട്സ് ആണ്. അവരും അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് മാച്ചിൽ അവരും നല്ല രീതിയിൽ സർവൈവ് ചെയ്തു. അവർ ആ ഒരു ചിക്കൻ ഡിന്നർ അടിച്ചിരുന്നെങ്കിൽ അവരായിരുന്നേനെ ആ ഒരു ചാമ്പ്യൻ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫിനിഷ് അവരെടുത്തിരുന്നെങ്കിൽ അവരായിരുന്നേനെ ചാമ്പ്യൻ. കാരണം സിഗ്നേച്ചറിന് 2 ചിക്കൻ ഡിന്നർ ഉണ്ട്, വൊമിക്സിനേക്കാൾ കൂടുതൽ ചിക്കൻ ഡിന്നർ ആണ്. അപ്പോൾ ഒരു പോയിന്റിന്റെ ഡിഫറൻസിലാണ് സിഗ്നേച്ചറിന് ആ ഒരു ചിക്കൻ ഡിന്നർ നഷ്ടമായത്. അത്രയും അടിപൊളി കോമ്പറ്റീഷനാണ് കേസ് നമുക്ക് ഈ ഒരു ഫൈനൽസിൽ കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് 10ാം സ്ഥാനത്താണ് നമ്മളെ ജൂനിയർ ഗെയിമിംഗ് നമ്മളുടെ ടീം നിന്നിട്ടുള്ളത്. ഡേ 1 അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ഒരു ഇതിൽ നമുക്ക് അത്ര നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. വെറും 8 പോയിന്റ് മാത്രമേ അവർക്ക് സ്വന്തമാക്കാനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ 41 പോയിന്റായിട്ട് 10ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തത്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് കളിച്ച ഫ്ലാഷ്, ഫൈസി, ചിമ്പ് ആൻഡ് ബീസ്റ്റ് അവർക്കൊക്കെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഒരു ലൈനപ്പ് അല്ലെങ്കിൽ നമ്മളുടെ പേരിലൊരു ടൂർണമെന്റ് നമ്മൾ കളിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്ലേയേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് കളിച്ചു, അവർക്കൊരു ബിഗ് താങ്ക്സ്. ആൻഡ് വൊമെക്സ് അമ്പാടിക്കും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. ഈ ഒരു ലൈനപ്പിനെ കൊണ്ടുവന്നത് മാനേജ് ചെയ്തതെല്ലാം നമ്മുടെ അമ്പാടി ബ്രോ ആയിരുന്നു. അമ്പാടി ബ്രോയ്ക്കും ഒരു ബിഗ് താങ്ക്സ്. ആൻഡ് ചാമ്പ്യൻ ആയതിന് ബിഗ് കൺഗ്രാസ്. കാരണം കേരളത്തിലെ ബെസ്റ്റ് ടീം ഇപ്പോൾ കറന്റ് നമ്മളുടെ വൊമെക്സ് ആയിരിക്കുകയാണ്. നമ്മളെ T1 പ്ലേയേഴ്സ് അല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ ടോപ്പ് ഇ സ്പോർട്സ് പ്ലേയേഴ്സ് ആയുള്ള സൈറക്സിന്റെ ടീമിന് 14ാം സ്ഥാനത്ത് മാത്രമേ എത്താനായിട്ട് സാധിച്ചുള്ളൂ, 27 പോയിന്റുമായിട്ട്. 16ാം സ്ഥാനത്താണ് നമ്മളെ പാബ്ലോയുടെ ടീം എത്തിയത് 25 പോയിന്റുമായിട്ട്. അങ്ങനെ ഗൈസ് കേരള കമ്മ്യൂണിറ്റി കപ്പ് അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളുടെ കേരളത്തിലെ ഇ സ്പോർട്സും അവസാനിക്കാതിരിക്കട്ടെ, ഇതൊരു തുടക്കമാവട്ടെ. ഇനിയും ഈ ഒരു കേരളത്തിൽ ഇതുപോലുള്ള ഇവന്റുകൾ വരട്ടെ, സ്ട്രീമേഴ്സ് ബാറ്റിൽ വരട്ടെ, കോമ്പറ്റേറ്റീവ് ടൂർണമെന്റുകൾ അടിപൊളിയായിട്ട് വരട്ടെ. വ്യൂവേഴ്സും മാക്സിമം ഓരോ ഇവന്റുകളും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ദ ഫൈനൽസ് ആണ്. PC ഗെയിമിന്റെ ഇൻഫ്ലുവൻസേഴ്സ് ഇവന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. 5 ദിവസം നീണ്ട ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ടീം സ്കൗട്ട് ആ ഒരു H1 പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളെ ഈഗിള് 4ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ആ ഒരു മെയിൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. 10 ടീമുകളിൽ ടോപ്പ് 8 ടീമുകൾ മെയിൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആയി, ബാക്കി 2 ടീമുകൾ പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. അതും ടോപ്പ് 4 എത്തിയത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ക്വാളിഫയേഴ്സ് 1ലേക്ക് ഈഗിളിന് ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ടീം ഈഗിൾ വേറെ ലെവൽ പെർഫോമൻസ് ഇനി മെയിൻ ഇവന്റിൽ കാഴ്ചവെക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. 26ഉം 27 ദിവസങ്ങളിലാണ് മെയിൻ ഇവന്റ് നടക്കാനിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.